ആകാശവാണി വാർത്താ വീക്ഷണം. സരസ്വതി സമ്മാൻ നിറവിൽ പ്രഭാവർമ്മയും മലയാളവും. തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ NP മുരളീകൃഷ്ണൻ. അവതരണം ശ്രീലത. സാഹിത്യത്തിനുള്ള 2023 സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് കവി പ്രഭാവർമ്മ അർഹനായി. ഒരു വ്യാഴവട്ടക്കാലത്തിനു ശേഷമാണ് ഈ മഹത്തായ അംഗീകാരം മലയാളത്തെ തേടിയെത്തുന്നത്. രൗദ്രസാത്വികം എന്ന കാവ്യാഖ്യായികയ്ക്കാണ് പുരസ്കാരം. പഞ്ചലോഹ സരസ്വതി വിഗ്രഹവും 15 ലക്ഷം രൂപയും ശില്പവും പൊന്നാടയും പ്രശസ്തിപത്രവും ഉൾപ്പെട്ടതാണ് സരസ്വതി സമ്മാൻ. മുൻ സുപ്രീം കോടതി ജഡ്ജി AK സിക്രി അധ്യക്ഷനായ സമിതിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത്. 22 ഇന്ത്യൻ ഭാഷകളിൽ നിന്നുള്ള പുസ്തകങ്ങൾ ഇക്കുറി പുരസ്കാരത്തിനായി പരിഗണിച്ചിരുന്നു. 10 വർഷത്തിനുള്ളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട സാഹിത്യകൃതികളിൽ നിന്ന് പണ്ഡിതരും സാഹിത്യ പ്രതിഭകളും അടങ്ങുന്ന സമിതിയാണ് സരസ്വതി സമ്മാൻ ജേതാവിനെ തിരഞ്ഞെടുക്കുന്നത്. അധികാരവും വ്യക്തിയും കലയും തമ്മിലുള്ള ബന്ധങ്ങളെയും സംഘർഷങ്ങളെയും അനന്യമായ രീതിയിൽ പരിശോധിക്കുന്ന കാവ്യ ആഖ്യായികയാണ് രൗദ്രസാത്വികം എന്ന് പുരസ്കാര നിർണയ സമിതി വിലയിരുത്തി. സ്ഥലകാലങ്ങൾക്ക് അതീതമായി ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും സമസ്യകളെ അഭിസംബോധന ചെയ്യുന്ന ഇതിഹാസമാനങ്ങളുള്ള ആധുനിക ക്ലാസിക്കാണ് രൗദ്രസാത്വികമെന്നും സമിതി അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ ഭാഷകളിൽ നിന്നുള്ള മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകി വരുന്ന സരസ്വതി സമ്മാൻ 1991 KK ബിർള ഫൗണ്ടേഷനാണ് രൂപീകരിച്ചത്. ആദ്യത്തെ സരസ്വതി പുരസ്കാരം ലഭിച്ചത് പ്രശസ്ത ഹിന്ദി കവിയായ ഹരിവംശ് റായ് ബച്ചനാണ്. 4ാം തവണയാണ് മലയാള സാഹിത്യത്തിന് സരസ്വതി സമ്മാൻ വന്നുചേരുന്നത്. 1995 ബാലാമണി അമ്മയിലൂടെയാണ് മലയാളം ആദ്യമായി സരസ്വതി സമ്മാൻ നേടുന്നത്. പിന്നീട് 2005 അയ്യപ്പ പണിക്കരും 2012 സുഗതകുമാരിയും ഈ ഉന്നത പുരസ്കാരത്തിന് അർഹരായി. പരമ്പരാഗത കാവ്യാനുശീലന ശൈലി പിന്തുടരുന്ന കവി എന്ന നിലയിലാണ് ആധുനിക മലയാള സാഹിത്യത്തിൽ പ്രഭാവർമ്മ വേറിട്ടു നിൽക്കുന്നത്. പാരമ്പര്യത്തെ പുരോഗമനാത്മകമായ പാതയിൽ പുനർവായന നടത്തുകയാണ് പ്രഭാവർമ്മയിലെ കവി ചെയ്യുന്നത്. പുരാണ ഇതിഹാസങ്ങളുടെയും ചരിത്രത്തിൻ്റെയും പുനർവായന നടത്തുന്ന പ്രഭാവർമ്മയുടെ കാവ്യങ്ങളിലുടനീളം ഈ പുരോഗമന ചിന്തയും മാനവികതയും തുടർന്നു പോരുന്നത് കാണാം. സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹമായ രൗദ്രസാത്വികത്തിൻ്റെ ആവിഷ്കാര രീതിയും മറ്റൊന്നല്ല. റഷ്യയുടെ സർ ചക്രവർത്തിമാരുടെ ഭരണകാലമാണ് രൗദ്രസാത്വികത്തിന് പശ്ചാത്തലമാകുന്നത്. സർ ചക്രവർത്തിയുടെ നിഷ്ഠൂര ഭരണത്തിൽ ഞെരിഞ്ഞമരുന്ന റഷ്യയിലെ ജനങ്ങൾ രക്തരൂക്ഷിത വിപ്ലവത്തിലൂടെ മാത്രമേ മോചനമുണ്ടാകൂ എന്ന് കരുതുന്നു. അവർ കവിയും വിപ്ലവ സംഘത്തിലെ അംഗവുമായ കാലിയേവ് എന്ന യുവാവിനെ സർ ചക്രവർത്തിയെ വധിക്കാനുള്ള ദൗത്യം ഏൽപ്പിക്കുന്നു. ഒരു മുൾപടർപ്പിൽ ബോംബുമായി ഒളിച്ചിരിക്കുന്ന കാലിയേവ് വണ്ടിയിൽ വരുന്ന ചക്രവർത്തിക്ക് നേരെ ബോംബെറിയാൻ കൈയുയർത്തിയെങ്കിലും ചക്രവർത്തിയുടെ മടിയിൽ പുഞ്ചിരിയോടെ ഇരിക്കുന്ന കുഞ്ഞിനെ കണ്ട് ആ ഘോരകൃത്യത്തിൽ നിന്ന് പിന്തിരിയുന്നു. സന്ദർഭം ഒത്തുവന്നിട്ടും അവസരം നഷ്ടപ്പെടുത്തിയ കാലിയേവിനെ വിപ്ലവ സംഘം ശത്രുവായി മുദ്രകുത്തുന്നു. അവർ ആ യുവാവിനെ വേട്ടയാടുന്നു. ജീവൻ രക്ഷിക്കാനുള്ള പ്രയാണത്തിൽ അനുഭവങ്ങളുടെ തീക്കടലാണ് പിന്നീട് കാലിയേവിനെ കാത്തിരുന്നത്. സ്വേച്ഛാധികാരിയുടെ പതനത്തിനു ശേഷം അനുഭവങ്ങളുടെ വടുക്കളും പേര് ജന്മനാട്ടിലെത്തിയ കാലിയേവ് എത്തിപ്പെടുന്നത് തൻ്റെ പേരിൽ കെട്ടിപ്പൊക്കിയ പ്രതിമയുടെ മുന്നിലാണ്. ഈ ഘട്ടത്തിൽ അപരൻ താനായും താൻ അപരനായും പാപം പുണ്യമായും പുണ്യം പാപമായും മാറിപ്പോകുന്ന വൈരുദ്ധ്യത്തിൽ അകപ്പെടുകയാണ് കാലിയേവ്. വളരെ എളുപ്പത്തിൽ പട്ടുപോകുന്ന ഉപരിപ്ലവങ്ങളായ സാഹിത്യരചനകൾ നിറഞ്ഞ വർത്തമാന സാഹിത്യകാലത്ത് ഉൾക്കനമുള്ളതും കാലാതീതവുമായ കാവ്യാഖ്യായിക എന്ന നിലയിലാണ് രൗദ്രസാത്വികം ശ്രദ്ധ നേടുന്നത്. അശാന്തമായ സ്വത്വപ്രതിസന്ധിയുടെയും ആത്മാന്വേഷണത്തിൻ്റെയും കാവ്യാഖ്യായികയായ രൗദ്രസാത്വികം ഉദാത്തമായ കാവ്യാനുഭവം അനുവാചകരിലെത്തിക്കുന്ന വിശിഷ്ട കൃതിയാണ്. ശൈലിയിലും സമീപനത്തിലും ഉത്കൃഷ്ടത സൂക്ഷിക്കുന്ന ആഖ്യാനമാണ് ഈ കൃതിയുടേത്. എല്ലാ മഹത്തായ സാഹിത്യ സൃഷ്ടികളും പോലെ സാർവത്രികമായ മാനമാണ് രൗദ്രസാത്വികത്തിൻ്റെയും സവിശേഷത. ഒരു റഷ്യൻ വിപ്ലവ കവിയുടെ വികാര വിചാരങ്ങളെ ലോകത്തെ ഓരോ മനുഷ്യൻ്റേതുമാക്കി മാറുമ്പോഴാണ് രചനയിലെ ഉത്കൃഷ്ടത വെളിവാകുന്നത്. സരസ്വതി സമ്മാൻ മലയാളത്തിലേക്ക് എത്തിക്കുന്നതിൽ തൻ്റെ കൃതി ഒരു കാരണമായതിൽ സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് പുരസ്കാര നേട്ടത്തിനു ശേഷം പ്രഭാവർമ്മ പ്രതികരിച്ചു. കവിതയുടെ ഛന്ദസ്, വൃത്തനിബദ്ധത, താളാത്മകത, ഈണം, സംഗീതാത്മകത എന്നിവ നിലനിർത്തുന്നതിൽ നിർബന്ധ ബുദ്ധിയുണ്ടായിരുന്നു. പുതിയ തലമുറയ്ക്ക് തൻ്റെ കവിത സ്വീകാര്യമാകുമോ എന്ന് ഉത്കണ്ഠപ്പെട്ട് അവർ ആവശ്യപ്പെടുന്ന തലത്തിലേക്ക് എഴുത്തുരീതി മാറ്റിയിട്ടില്ല. തനിക്കെന്താണോ കവിത അത് എഴുതുകയേ ചെയ്തിട്ടുള്ളൂ. ആ ആത്മാർത്ഥത അംഗീകരിക്കപ്പെടുന്നതിൽ സന്തോഷമുണ്ടെന്നും പ്രഭാവർമ്മ പറഞ്ഞു. 1959 TK നാരായണൻ നമ്പൂതിരിയുടെയും
എൻ പങ്കജാക്ഷി തമ്പുരാട്ടിയുടെയും മകനായി തിരുവല്ലയിൽ ജനിച്ച പ്രഭാവർമ്മ പരുമല DB കോളേജ്, ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജ്, തിരുവനന്തപുരം ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടി. വിദ്യാഭ്യാസകാലം തൊട്ടേ വായനയിലും എഴുത്തിലും ആഭിമുഖ്യം കാണിച്ച പ്രഭാവർമ്മയുടെ ആദ്യ കവിതാ സമാഹാരമായ സൗപർണിക 1990 പ്രസിദ്ധീകരിക്കുന്നത്. ശ്യാമമാധവം, കനൽ ചിലമ്പ്, രൗദ്രസാത്വികം എന്നീ കാവ്യാഖ്യായികകൾ, സൗപർണിക, അർക്കപൂർണിമ, അവിചാരിതം അടക്കം 12 കാവ്യസമാഹാരങ്ങൾ, ആഫ്റ്റർ ദ ആഫ്റ്റർമാത്ത് എന്ന ഇംഗ്ലീഷ് നോവൽ, 7 ഗദ്യ സാഹിത്യ കൃതികൾ, സമകാലിക വിഷയങ്ങൾ സംബന്ധിച്ച് 4 കൃതികൾ, ഒരു യാത്രാവിവരണം, ഒരു മാധ്യമ സംസ്കാര പഠനം എന്നിവ രചിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിലേക്കും ഇതര ഭാഷകളിലേക്കും കൃതികൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അർക്കപൂർണിമയിലൂടെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടി. പ്രഭാവർമ്മയുടെ സൗപർണിക, അർക്കപൂർണിമ, ചന്ദനനാഴി, ശ്യാമമാധവം തുടങ്ങിയ രചനകൾ മലയാള കവിതയുടെ പാരമ്പര്യത്തെ അടയാളപ്പെടുത്തുന്നവയാണ്. എഴുത്തച്ഛൻ മുതൽ വിഷ്ണുനാരായണൻ നമ്പൂതിരി വരെയുള്ള മുൻ തലമുറയുടെ കാവ്യ പാരമ്പര്യവും കാവ്യാനുശീലനവുമാണ് പ്രഭാവർമ്മ നിലനിർത്തിയത്. ആധുനിക ഉത്തരാധുനിക മലയാള കവികളിൽ അതുകൊണ്ടുതന്നെ പ്രഭാവർമ്മ വേറിട്ടു നിലകൊണ്ടു. വർത്തമാനകാല മലയാള കവിതയിൽ തൻ്റേത് മാത്രമായ ഒരു ശൈലിയും ശബ്ദവുമാണ് പ്രഭാവർമ്മയുടേത്. ഭാരതീയ കാവ്യ പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ച കൂടിയാണ് പ്രഭാവർമ്മ കവിതകൾ അടയാളപ്പെടുത്തുന്നത്. പ്രഭാവർമ്മയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും വയലാർ അവാർഡും നേടിക്കൊടുത്ത ശ്യാമമാധവം എന്ന കാവ്യാഖ്യായിക മലയാള സാഹിത്യ ചരിത്രത്തിൽ തന്നെ തികച്ചും വേറിട്ടു നിൽക്കുന്ന സൃഷ്ടിയാണ്. സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പുള്ള നിമിഷങ്ങളിൽ കൃഷ്ണ മനസ്സിലൂടെ പോയകാല ജീവിത ചിത്രങ്ങൾ പ്രമേയമാക്കിയ കൃതിയാണ് ശ്യാമമാധവം. ഇതിഹാസ പുരാണങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ശ്രീകൃഷ്ണനു പകരം പാപബോധത്താൽ നീറുന്ന മറ്റൊരു കൃഷ്ണനെ അവതരിപ്പിക്കുന്നതിലൂടെയാണ് ഈ കൃതി ശ്രദ്ധേയമാകുന്നത്. ചലച്ചിത്ര ഗാനരചനയിലും പ്രഭാവർമ്മയുടേത് വ്യത്യസ്ത വഴിയാണ്. കാവ്യമൂല്യങ്ങൾ സൂക്ഷിക്കുന്നവയാണ് പ്രഭാവർമ്മ എഴുതിയ ചലച്ചിത്ര ഗാനങ്ങളും. എണ്ണപ്പെരുക്കം കൊണ്ടല്ല, എഴുതിയ ഗാനങ്ങളുടെ വ്യത്യസ്തത കൊണ്ടാണ് പ്രഭാവർമ്മ ശ്രദ്ധിക്കപ്പെട്ടത്. സ്ഥിതി എന്ന സിനിമയിൽ ഉണ്ണിമേനോന്റെ ശബ്ദത്തിൽ പുറത്തുവന്ന ഒരു ചെമ്പനീർ പൂവിറുത്തു ഞാനോമനെ എന്ന ഗാനം മലയാളത്തിലെ അനശ്വര ഗാനങ്ങളിലൊന്നായി. 2006 ഔട്ട് ഓഫ് സിലബസ് എന്ന സിനിമയിലെ പോയി വരുവാൻ കൂടെ വരൂ എന്ന ഗാനത്തിലൂടെ പ്രഭാവർമ്മയ്ക്ക് മികച്ച ഗാനരചയിതാവിനുള്ള ആദ്യത്തെ സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. പിന്നീട് 2013 നടൻ, 2017 ക്ലിൻറ്റ് എന്നീ സിനിമകളിലൂടെയും ഗാനരചനയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരങ്ങൾ പ്രഭാവർമ്മയെ തേടിയെത്തി. 2019 കോളാമ്പി എന്ന ചിത്രത്തിലൂടെയാണ് ആദ്യത്തെ ദേശീയ പുരസ്കാരം ലഭിക്കുന്നത്. മാധ്യമപ്രവർത്തന രംഗത്ത് 40 വർഷത്തെ അനുഭവ പരിചയമുള്ള പ്രഭാവർമ്മ നിലവിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മീഡിയ സെക്രട്ടറിയാണ്. EK നയനാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറിയായിരുന്നു. കേരള സാഹിത്യ അക്കാദമി ഉപാധ്യക്ഷൻ, കേന്ദ്ര സാഹിത്യ അക്കാദമി ജനറൽ കൗൺസിൽ അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചു. നിലവിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മലയാളം ഉപദേശക സമിതി കൺവീനർ സ്ഥാനവും ജ്ഞാനപീഠ പുരസ്കാരത്തിൻ്റെ അന്തിമ ജൂറി അംഗം തുടങ്ങിയ സ്ഥാനങ്ങളും വഹിക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. സരസ്വതി സമ്മാൻ നിറവിൽ പ്രഭാവർമ്മയും മലയാളവും. തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ NP മുരളീകൃഷ്ണൻ.